വൈനതയൻ തിരുമേനിയുടെ കൂട്ടുപുരികങ്ങൾ ഒന്നിടഞ്ഞു. കണ്ണുകൾ ഒരു ഞൊടിയുടെ മങ്ങി. പൂജാമുറിയിലെ ഒരു നിലവിളക്ക് തനിയെ അണഞ്ഞു. അശുഭലക്ഷണമാണ്. ഇതുവരെ കത്തിക്കത്തി കയറുകയായിരുന്നല്ലോ. സംഹാര താണ്ഡവം നിർവിഘ്നം പുരോഗമിക്കുകയായിരുന്നല്ലോ. അതിനിടയിൽ ഇപ്പോഴെന്തുണ്ടായി? ഗ്രാമത്തിൻ്റെ നിലവിളിയുടെ ആരവം പൂജാമുറിക്ക് പുറത്ത് വന്നലച്ചു മടങ്ങി. ഒരു രോദനവും രോദനത്തിൻ്റെ ഒരു ശീലുപോലും തിരുമേനിയുടെ കർണങ്ങളിൽ പതിച്ചില്ല. പുറത്ത് പ്രാചിയുടെ പ്രകാശഗോപുര വാതിലുകൾ വളരെ മെല്ലെ തുറക്കപ്പെടുകയാണ്. ബ്രഹ്മമുഹൂർത്തം കഴിഞ്ഞിരിക്കുന്നു. ഇനിയുടനെ പുലരിയാവും. ഗ്രാമം മുഴുവൻ കത്തിക്കഴിഞ്ഞിട്ടില്ല. പുലരും മുൻപേ ശപഥം പൂർണ്ണമാക്കാൻ സാധിക്കാത്തതിലുള്ള വൈക്ലഭ്യത്തോടെ തിരുമേനി തീവ്രശ്രമം തുടരുകയായിരുന്നു. അപ്പോഴല്ലേ അപശകുനം? നേരിയൊരു ശങ്ക തോന്നി. മഷിവെറ്റിലയിൽ ദൃഷ്ടി ഓടിച്ചു. ശങ്ക നടുക്കമായി വളർന്നു. അത് തീവ്രമായൊരു ഭയമായി പരിണമിച്ചു. അപ്പുണ്ണി ഒരു മഹായോഗിയെപ്പോലെ അവൻ്റെ വീട്ടിലെ ചുടലപ്പറമ്പിൽ ധ്യാന നിമഗ്നനായിരിക്കുന്നു. ആ പറമ്പിൽ ഇത്രയും വിപുലമായൊരു പൂജാസന്നാഹം ആരൊരുക്കി? അപ്പുണ്ണിയെ സഹായിക്കാൻ കെൽപ്പുള്ള ഒരൊറ്റ മാന്ത്രികനും ഈ ലോകത്തെങ്ങുമില്ല. മനസ്സിൽ ധ്യാനിച്ച് അപ്പുക്കുട്ടനെ ശ്രദ്ധിച്ചു. അത്ഭുതം! അവൻ്റെ മുന്നിലും ഒരു പൂജാസന്നാഹങ്ങളൊക്കെയുണ്ടല്ലോ. ഒരേ സമയത്ത് ആയിരക്കണക്കിന് നാഴിക അകലത്തിൽ ഒരുപോലെ പൂജ ചെയ്യാൻ ഇവനെങ്ങനെ കഴിയുന്നു? വരട്ടെ, അത് കണ്ടിരിക്കാനും ചിന്തിച്ചു കളയാനും തനിക്കിപ്പോൾ സമയമില്ലല്ലോ. വൈനതയൻ തിരുമേനി മറ്റൊരു മന്ത്രത്തിൻ്റെ ശ്ലോകം പരതി. ഇവൻ എന്നെ തോൽപ്പിക്കില്ല, തോൽപ്പിക്കില്ല. തോൽക്കാൻ തനിക്ക് മനസ്സില്ല. പാഴൂർ ഇല്ലത്തെ മാന്ത്രികൻ തോൽക്കില്ല, സത്യം. അതിദ്രുതം ചൊല്ലിക്കയറി ശ്ലോകത്തിൻ്റെ 2 പാദങ്ങൾ അറിയാതെ വിട്ടുപോയി. വീണ്ടും ശ്രമിച്ചു. അപ്പോൾ മറ്റു 2 പാദങ്ങൾ തെറ്റി. വൈനതയൻ വിഹ്വലനായി. മുന്നിലെ താളിയോലക്കെട്ട് അതിവേഗം അഴിച്ചു പരതി ആ മന്ത്രം നോക്കി ജപിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ പിന്നെയും കിടുങ്ങി വിറച്ചു. ആ താളിയോലകളിൽ മന്ത്രങ്ങളില്ല. എഴുതിമാഞ്ഞ പാടുപോലും അവശേഷിച്ചിട്ടില്ല. ദ്രുതഗതിയിൽ ബാക്കി ഗ്രന്ഥങ്ങളും പരിശോധിച്ചു. ഒന്നിലുമില്ല മന്ത്രങ്ങൾ. എല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. തിരുമേനിയുടെ ശരീരം വിങ്ങി വിയർത്തു. നേരിയ വിറയൽ അംഗപ്രത്യംഗം അരിച്ചു കയറി. ഓരോരോ മന്ത്രങ്ങൾ ഓർത്തു ചൊല്ലാൻ ശ്രമിക്കുമ്പോഴൊക്കെ പിഴവുകൾ. എൻ്റെ മൂർത്തികളെ, എന്നെ കൈവിടരുതേ. തിരുമേനി പലകയിൽ നിന്ന് പിടഞ്ഞെണീറ്റ് പൂജാമുറിയിൽ വെരുകിൻ്റെ വേഗതയിൽ നടന്നു. വിളിച്ചിട്ടും വിളിച്ചിട്ടും ഒരു മൂർത്തിയും എത്തുന്നില്ല. ക്രമേണ അവരുടെ സാന്നിധ്യം പോലും അകലുകയാണെന്ന് തിരുമേനി മനസ്സിലാക്കി. വീണ്ടും ആവണി പലകയിലിരുന്നു. ഒരു നിലവിളക്ക് കൂടി കെട്ടു. ഗ്രാമത്തിൻ്റെ ആർത്തനാദം ഇപ്പോഴാദ്യമായി ചെവികളിൽ അരിച്ചു കയറുന്നു. തിരുമേനി ഇരു ചെവികളും പൊത്തി. എല്ലാ പരിശ്രമങ്ങളും പാഴായി പോവുകയാണ്. മന്ത്രങ്ങൾ മറന്നു, കർമ്മങ്ങൾ മറന്നു. ആളിക്കത്തുന്ന ഹോമകുണ്ഡത്തിലേക്ക് അപ്പുണ്ണി പുഷ്പാർച്ചന ചെയ്തു. സ്വയം മറന്നിരുന്ന് കർമ്മങ്ങൾ ചെയ്യുകയാണവൻ. ആ ഹോമകുണ്ഡത്തിനു ചുറ്റും അസംഖ്യം ജനങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. സ്വന്തം കൂരകൾ കത്തിപ്പോയാലും വേണ്ടില്ല, അതിന് കാരണഭൂതനായ ദുഷ്ടനമ്പൂതിരിയുടെ പതനം കാണണം. സ്വന്തം നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇയാളുടെ പതനം കൂടിയാവുമ്പോൾ ആ നഷ്ടങ്ങൾ ഒന്നുമല്ല. ഇയാൾ നിലം പതിച്ചാൽ തങ്ങൾക്കൊരു നഷ്ടവും സംഭവിച്ചില്ലെന്ന് ധരിക്കാനും തയ്യാറാണവർ. പുലരി വെളിച്ചം ഇലമംഗലം ഗ്രാമത്തിനുമേൽ കരുണാമയമായി പടരാൻ തുടങ്ങുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ പേർ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗ്രാമത്തിൽ പുതിയ വീടുകളിലേക്ക് തീ പടരുന്നില്ല. കത്താൻ തുടങ്ങിയ പല വീടുകളും തുടക്കത്തിലെ അഗ്നി കെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടിരിക്കുന്നു. അഗ്നിമുഖൻ പിൻവാങ്ങിയിരിക്കുന്നു. അപ്പുണ്ണിയുടെ കൈകളിലൂടെ അപ്പുക്കുട്ടൻ്റെ മനസ്സ് കർമ്മങ്ങൾ ചെയ്യുകയാണ്. പരാജയഭീതിയില്ലാതെ
ശാന്തമായി ചെയ്യുന്ന കർമ്മങ്ങൾ. ഓരോ പൂവ് ഹോമിക്കുമ്പോഴും വൈനതയും തിരുമേനിയുടെ ഓരോ കഴിവുകളാണ് ഹോമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത്രയും കഠിന കർമ്മങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും ചെയ്യേണ്ടി വരുമെന്ന് അപ്പുക്കുട്ടൻ കരുതിയില്ല. പക്ഷേ ഇത്തവണ അത് ചെയ്യാതിരിക്കാൻ നിവർത്തിയില്ല. ദുഷ്ടത ഇന്നത്തോടെ അവസാനിക്കണം. പണ്ടൊരു നന്മ ചെയ്തു, അതിൻ്റെ ഫലം ഇത്ര കഠിനമായ തിന്മയായിരിക്കുമെന്ന് ആരോർത്തു? സ്വന്തം ഗ്രാമത്തിൽ ദുഷ്ടതയുടെ അഗ്നിജ്വാല പടരുന്നതും സ്വന്തം മനുഷ്യർ കത്തിപ്പിടയുന്നതും കണ്ടപ്പോൾ അപ്പുക്കുട്ടന് സഹിച്ചില്ല. അകലെയായിരുന്നിട്ടും അവൻ്റെ ആത്മാവ് നൊന്തുപിടഞ്ഞു. അതാണ് രാത്രി തന്നെ അപ്പുണ്ണിയെ ചുടലപ്പറമ്പിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നത്. അവനിലൂടെ കർമ്മങ്ങൾ ഓരോന്നോരോന്നായി പരിപൂർണതയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നു. അപ്പുക്കുട്ടൻ ആവാഹന മന്ത്രത്തിലേക്ക് കടന്നു. അത് അപ്പുണ്ണിയുടെ ചുണ്ടുകളിലൂടെ പുനർജനിച്ചു. വൈനതേയ, എണീക്ക്, എണീക്ക്, പൂജാമുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങ്. തിരുമേനി നടുങ്ങി, ചാടി എണീക്കുകയും ചെയ്തു. ആരാ തന്നോട് ആജ്ഞാപിച്ചത്? ആരാണിത്ര തൻ്റെ ഇടത്തോടെ അതു പറഞ്ഞത്? ആ സ്വരം തനിക്ക് പരിചിതമാണല്ലോ. അപ്പുക്കുട്ടൻ, അപ്പുക്കുട്ടൻ്റെ ശബ്ദം. വൈനതയും തിരുമേനിയുടെ കൂട്ടുപുരികങ്ങൾ അതിദ്രുതം തമ്മിലുടക്കി. അവൻ എവിടെ നിന്നാണത് പറഞ്ഞത്? അവൻ പൂജാമുറിയിൽ വരെ എത്തിക്കഴിഞ്ഞോ? നിന്റെ ക്രൂരതയുടെ എല്ലാ മുഖങ്ങളും ഇന്ന് ചാമ്പലാകും. എണീക്ക്, പുറത്തേക്കിറങ്ങ്. വീണ്ടും കാതുകളിൽ ആ കൽപ്പനാസ്വരം. അറിയാതെ അനുസരിക്കാനാണ് തിരുമേനിയുടെ ഉപബോധ മനസ്സ് ആവശ്യപ്പെട്ടത്. അബോധാവസ്ഥയിൽ എന്നോണം യാന്ത്രികമായി പൂജാമുറിയുടെ സാക്ഷികൾ മാറ്റി. ആ കൈകൾ കിലുകിലെ വിറയ്ക്കുകയായിരുന്നു അപ്പോൾ. പൂജാമുറിയിലെ അവസാനത്തെ പ്രകാശനാളവും ആ നിമിഷം അണഞ്ഞു. തിരുമേനി അതേ യാന്ത്രികതയോടെ മുറ്റത്തേക്കിറങ്ങി. ആരോ നയിച്ചു കൊണ്ടുപോകും പോലെയായിരുന്നു അയാളുടെ ചലനങ്ങൾ. പ്രഭാതത്തിൻ്റെ ആദ്യ തൊടിപ്പും ഏറ്റുവാങ്ങി പാഴൂറില്ലം യജമാനൻ്റെ യാത്ര നോക്കി വീർപ്പടക്കി നിൽക്കുകയാണ്. ചാത്തൻകാട്ടിലെ പടർപ്പൻ മരച്ചില്ലകളിൽ നിന്ന് കടവാവലുകൾ കലമ്പൽ കൂട്ടി പറന്നുയർന്നു. വൈനതയും തിരുമേനി ആ ശബ്ദങ്ങളൊന്നും കേട്ടതേയില്ല. എവിടേക്കെന്നറിയില്ല. തിരുമേനി മുറ്റം കടന്നു, പടിവാതിൽ കടന്നു. ഒരു മനുഷ്യപ്രതിമയെ കൂട്ട് പടികളിറങ്ങി. വയൽ സാമ്രാജ്യത്തിലെ നടവരമ്പിലൂടെ നടന്നു. വരമ്പിലൂടെ നടന്നു വന്ന ആരൊക്കെയോ വൈനതയെ കണ്ട് പ്രാണരക്ഷാർത്ഥം പാഞ്ഞു. അതും വൈനതയെ അറിയുന്നില്ല. അകലെ നിന്നൊരു കൂകലും വിളിയും കേൾക്കുന്നു. ഒരു സംഘം ജനങ്ങൾ അതേ ആരവത്തോടെ തിരുമേനിക്ക് പിന്നിൽ കൂടി. ചെളിക്കട്ടകൾ വൈനതയുടെ നഖശികാന്തം പതിച്ചു ചിതറി. വൈനതയുടെ നെറ്റിയിൽ നിന്ന് ചോരത്തുള്ളികൾ കിനിഞ്ഞു. അവർക്കെതിരെ അപ്പുക്കുട്ടി പൊതുവാൾ പാഞ്ഞു വന്നു. അരുത്, അരുത്! അയാളെ നിങ്ങൾ ആരും ഒന്നും ചെയ്യരുത്. ചെയ്യേണ്ടയാൾ അത് ഉടനെ ചെയ്തോളൂ. അപ്പുക്കുട്ടി പൊതുവാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പൂജാവേദിക്കരികെ ജനക്കൂട്ടം ഒരു ക്ഷണം നിശബ്ദരായി. അടക്കം പറച്ചിലും അവസാനിച്ചിരിക്കുന്നു. കടുകിട്ടാൽ കേൾക്കാവുന്ന നിശബ്ദത അവിടെ പരന്നു. തിരുമേനി അതാ വരുന്നു, അതാ വരുന്നു. അവർ ഉറ്റുനോക്കി നിൽക്കുകയാണ്. വൈനതയൻ ആ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു. എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്നറിയാനുള്ള ഉത്കണ്ഠ കൊണ്ട് ഓരോരുത്തരുടെയും ഹൃദയം തുടിച്ചു. കരുത്തനായ ആ ആജാനുബാഹു മരവിച്ചതുപോലെ നടന്നടുക്കുന്നു. ആ കണ്ണുകളിലെ കത്തുന്ന ക്രൂരഭാവം എവിടെ? ജനങ്ങളെ കാണുമ്പോൾ കലിതുള്ളുന്ന കൂട്ടുപുരികങ്ങളും ഇപ്പോൾ നിശ്ചലമാണ്. ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ പേടിസ്വപ്നമാണ് സ്വപ്നാടനക്കാരനെ പോലെ കയറി വരുന്നത്. ആദ്യം ജനം വഴിയൊഴിഞ്ഞു നിന്നു. പിന്നെ വൈനതയെ കടിച്ചു കീറാൻ മാത്രം വൈരാഗ്യവുമായി ചുറ്റും കൂടിയവരെ മേനോനും അപ്പുക്കുട്ടി പൊതുവാളും നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ടു. അപ്പുണ്ണി ഒന്നും അറിഞ്ഞിരുന്നില്ല. യാന്ത്രികമായി അവൻ പുഷ്പഹോമം തുടർന്നുകൊണ്ടേയിരുന്നു. വൈനതയൻ തിരുമേനി ആ പൂജാവേദിയിലേക്ക് ചുവടുവെച്ചു.
ഹോമകുണ്ടത്തിന് മുന്നിൽ വന്ന് അയാൾ നിശ്ചലം നിന്നു. അപ്പുണ്ണി വളരെ മെല്ലെ മുഖമുയർത്തി. അച്ഛൻ്റെ മുഖത്ത് ഒരു ഞൊടിയിട ആ കണ്ണുകൾ തങ്ങി. ഒരു നിമിഷം മാത്രം. ആ മുഖത്ത് ഒരു നേരിയ പുഞ്ചിരി വിരിഞ്ഞു മാഞ്ഞുവോ? അത് അച്ഛനോടുള്ള സഹതാപാർദ്രമായ പുഞ്ചിരിയായിരുന്നില്ല. അപ്പുണ്ണി അച്ഛനെ കണ്ടതു തന്നെയില്ലല്ലോ. അവൻ മന്ത്രം ചൊല്ലൽ അവസാനിപ്പിച്ചില്ല. പക്ഷേ പുഷ്പാർച്ചന ഒരു ഞൊടിയിട നിലച്ചു. അവിടെ കത്തിയ എല്ലാ നിലവിളക്കുകളുടെയും നാളങ്ങൾ പെട്ടെന്നൊന്നുകൂടി ജ്വലിച്ചതുപോലെ തോന്നി. ഹോമകുണ്ടവും ഉന്മേഷത്തോടെ ഉണർന്നു. ഏതോ ഒരു ഉൾപ്രേരണ കൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. വൈനതയൻ തിരുമേനി മെല്ലെ കൈകൾ ഉയർത്തി നിലവിളക്കു നോക്കി തൊഴുതു. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. തിരുമേനി കരയുകയാണോ? വൈനതയൻ തിരുമേനി കരയുകയോ? ഒരു നിമിഷാർദ്ധത്തിൻ്റെ ഇടനേരം പോലും തടസ്സം വരാതെ അപ്പുണ്ണി മന്ത്രം ചൊല്ലലിൽ ജാഗരൂകനായിരുന്നു. ഇപ്പോൾ അവിടെ പക്ഷികൾ പോലും ചിലയ്ക്കുന്നില്ല. ചെറുകാറ്റടിച്ചിട്ട് പോലും ഇലകൾ അനങ്ങുന്നില്ല. പൊടുന്നനെ ഹോമകുണ്ടത്തിലെ അഗ്നി മെല്ലെ വളരാൻ തുടങ്ങി. അതൊരാൾപ്പൊക്കത്തിൽ വളരുകയാണ്. വൈനതയൻ തിരുമേനിയോളം ഉയരത്തിൽ. അഗ്നി ഭഗവാനെ നോക്കി തൊഴുതുകൊണ്ട് അപ്പുണ്ണി മറ്റൊരു മന്ത്രം ജപിച്ചു. ആ അഗ്നി ഹോമകുണ്ടത്തിൽ നിന്ന് ചാഞ്ഞു. തെല്ലകലെ നിന്നിരുന്ന വൈനതയൻ തിരുമേനിയുടെ ഒരു പകുതിയിൽ പൊതിഞ്ഞു. ഇടതുവശം അപ്പാടെ കത്തിക്കരിഞ്ഞു. തിരുമേനി ഒന്ന് പിടഞ്ഞുവോ? ഒരിക്കൽ പകിട കളിച്ചു കൊണ്ടിരുന്ന ചെറുപ്പക്കാരനെ താൻ വേദനിപ്പിച്ചതും ഇങ്ങനെയാണെന്നറിഞ്ഞപ്പോൾ തിരുമേനി ഓർത്തോ എന്തോ? പകുതി വശം കരിഞ്ഞിട്ടും ഒന്ന് പിടഞ്ഞതല്ലാതെ വൈനതയൻ പ്രാണരക്ഷയ്ക്ക് തുനിഞ്ഞില്ല. അന്തരീക്ഷത്തിൽ സുഗന്ധധൂമങ്ങൾക്കൊപ്പം ഉയർന്ന വായുവിൽ ശവം കരിയുന്ന മണവും ഉണ്ടായിരുന്നു. വീണ്ടും അഗ്നി ഒരിക്കൽ കൂടി ചാഞ്ഞു. ഇത്തവണ അതപ്പാടെ വൈനതയൻ തിരുമേനിയെ പൊതിഞ്ഞു കത്തി. അഗ്നിയല്ലാതെ തെല്ലു നേരത്തേക്ക് ആരും തിരുമേനിയുടെ ശരീരം കണ്ടതേയില്ല. പിന്നെ വളർന്നതുപോലെ തന്നെ അഗ്നിജ്വാല മെലിഞ്ഞമരാൻ തുടങ്ങുകയായി. അപ്പോൾ അത്ഭുതം! അവിടെ മഹാമാന്ത്രികനായ വൈനതയൻ തിരുമേനി ഉണ്ടായിരുന്നില്ല. ഒരു പിടി ചാരം പോലും അവശേഷിക്കാതെ ആ ക്രൂരത അവസാനിച്ചിരിക്കുന്നു. വൈനതയൻ തിരുമേനിയെ നഷ്ടമായ ഇലമംഗലം ഗ്രാമത്തിൽ ഉന്മേഷത്തോടെ ഒരു കിഴക്കൻ കാറ്റ് വന്നു. നേരിയൊരു ചാറ്റൽ മഴ പൊഴിഞ്ഞു. ആ മണ്ണിൽ ഉറങ്ങുന്ന 5-6 മനുഷ്യജീവിതങ്ങളുടെ ആത്മാക്കൾ സന്തോഷാശ്രുക്കൾ പൊഴിച്ചതാകാം. ചുടലയിലെ വാഴക്കൈകൾ താളനിബദ്ധമായി ചലിച്ചു. ഒരു മാന്ത്രിക യുഗം അവസാനിച്ചിരിക്കുന്നു. ഒരു സ്വപ്നത്തിൽ നിന്നെന്നോണം അപ്പുണ്ണി ആവണിപ്പലകയിൽ നിന്ന് ഉണർന്നെണീറ്റു. അവനു ചുറ്റും ഗ്രാമം ആഹ്ലാദാരവങ്ങളുടെ അട്ടഹാസം മുഴക്കുന്നു. അപ്പുണ്ണിക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ചില നിമിഷങ്ങളെടുത്തു. കയ്യിലിരുന്ന യോഗദണ്ഡിൽ നോക്കി നിൽക്കെ അറിയാതെയാവാം അവൻ്റെ കണ്ണുകളിലും 2 കണ്ണുനീർമുത്തുകൾ കിനിഞ്ഞു. ഹോമകുണ്ടം കത്തിയമർന്നു കഴിഞ്ഞിട്ടില്ല. അവൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ആരോടും യാത്ര പറയാതെ അപ്പുണ്ണി ആ മണ്ണിൽ നിന്നിറങ്ങി നടന്നു. എന്തിനോ വീണ്ടും നിറഞ്ഞു കവിയുന്ന സ്വന്തം കണ്ണുകൾ കൈപ്പുറം കൊണ്ടവൻ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ഇലമംഗലം ഗ്രാമത്തിനു മേലെ പ്രഭാതവെയിൽ ഒരനുഗ്രഹം പോലെ നിറഞ്ഞു പടരുന്നു. ഗ്രാമത്തിൻ്റെ ആശ്വാസനിശ്വാസം പോലെ ചെറുകാറ്റ് കാരുണ്യത്തോടെ വീശുന്നു. ഗ്രാമം ഒരു നെടുനിശ്വാസം മുതിർത്തതാവാം.